ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ മറ്റൊന്നൊക്കെ വരികയാണല്ലോ. ഇപ്പൊ കേരളത്തിൽ 2 ഘട്ടങ്ങളിലാണ് ഇലക്ഷൻ. അടുത്ത 9-ാം തീയതിയും അതുപോലെ തന്നെ 11-ാം തീയതിയും. ഇതിൽ നിന്ന് ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒന്നും പറയല്ലേ, ഞാൻ വേറെ വാർഡിൽ മത്സരിക്കാൻ പോവാ. തോൽക്കേ ജയിക്കൊക്കെ ഉണ്ടാവും. തോറ്റാലും ജയിച്ചാലും ഞാൻ ഈ വാർഡ് മറക്കില്ല. എനിക്ക് എൻ്റെ അമ്മ എങ്ങനെയാണോ അതാണ് എനിക്ക് ഉപയോഗം. ഞാൻ CPM ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ എൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കും, എന്നെ വിളിക്കും. ഓരോ കാര്യത്തിനും ഞാൻ കയറി ചെന്ന ഒരു വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിൽക്കുന്ന പറയേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടുന്ന് പോകുമ്പോഴും ഏത് കാര്യത്തിനും വിളിച്ചാലും അരുൺകുമാർ ഇവിടെ ഉണ്ടാവും. എൻ്റെ തെന്നാരിയിൽ എത്തുന്നില്ല. പക്ഷെ ഈ വാർഡ് എനിക്ക് അത്ര സ്നേഹം തന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും അത്ര പിന്തുണ ഉണ്ടായിട്ടുണ്ട്. എനിക്കിങ്ങനെ ഫേസ്ബുക്കിലിടുമ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിക്കും, ഉഭയമാർഗം അതെന്തായി ചോദിക്കും. ഇവിടുന്ന് പോകാൻ തോന്നില്ല. ഞാനൊരു സ്വീകരണത്തിന് ഞാൻ ആഗ്രഹിച്ചതല്ല, എനിക്ക് അങ്ങനെ പോകണമെന്ന് എഴുതിയാണ് പെട്ടെന്ന് വെച്ചിട്ട് ഈ പരിപാടി പറഞ്ഞത്. അപ്പോൾ ഇതിലിരിക്കുന്നവരൊക്കെ പല കാര്യമാണ്, പല രാഷ്ട്രീയക്കാരുണ്ടാവും. എനിക്ക് ഉറപ്പ് ഇതിന് മുമ്പിലിരിക്കുന്നവരെല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയക്കാരാവില്ല. പക്ഷെ അവരുടെയൊക്കെ പിന്തുണ എനിക്കുണ്ട്. ആത്മാർത്ഥമായിട്ട് ഇവിടുന്ന് പോവുകയല്ല, വേറെ വാടിക്ക് മത്സരിക്കാൻ പോവാ. നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എന്റെ കൂടെ ഉണ്ടാവണം. മണ്ണാർക്കാട് നഗരസഭയിലെ ഒരു കൗൺസിലർക്ക് അദ്ദേഹം കഴിഞ്ഞ 5 വർഷം പ്രതിദാനം ചെയ്ത വാർഡിലെ വോട്ടർമാർ കൊടുത്ത ഒരു സ്വീകരണം. ഈ വർഷം ആ വാർഡ് സ്ത്രീ സംവരണ വാർഡായത് കൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റൊരു വാർഡിലേക്ക് മാറി മത്സരിക്കേണ്ടി വന്നത്. ഇത് നമ്മളൊക്കെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ പല ആൾക്കാരെയും തെരഞ്ഞെടുത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അവർ തെരഞ്ഞെടുത്ത വാർഡിൽ തിരിഞ്ഞു നോക്കാതെ എത്രയോ ജനപ്രതിനിധികൾ നമ്മൾക്കിടയിലുണ്ട്. അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം മത്സരിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി പിന്നീട് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം അവരുടെ അധികാരം ഉപയോഗിക്കപ്പെട്ടത് എത്രയോ മെമ്പർമാർ നമുക്കിടയിലുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി അതിൽ നിന്നൊരു മാതൃകയായിട്ടുള്ള ഒരു കൗൺസിലറാണ്, ഒരു മെമ്പറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ആ വീഡിയോയുടെ താഴെ പല രീതിയിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ആ വാർഡിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്നത് തന്നെയാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വോട്ടർമാരോട്, അദ്ദേഹത്തെ വിജയിപ്പിച്ച വോട്ടർമാരോട് വളരെ വികാരഭരിതമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞ 5 വർഷങ്ങളും പല നല്ല കാര്യങ്ങളും കിട്ടി എന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു യാത്രയപ്പ് കൊടുത്തിട്ടുണ്ടാകുക. പല വാർഡുകളിൽ നമ്മളിപ്പോൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ എങ്ങനെങ്കിലും ഈ പ്രാവശ്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന രീതിയിൽ ശാപവാക്ക് പോലും പറയുന്ന എത്ര വോട്ടർമാർ ഉണ്ടാകാം. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പൊ ജനങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, അവർ കൊടുത്ത വാഗ്ദാനങ്ങൾ നല്ല നിലയിൽ നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ അവരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ പറ്റും. അതാണ് ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്രീയ പ്രതിനിധി, ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം. അല്ലാതെ അവരുടെ വോട്ട് വാങ്ങി നമ്മൾ ജയിച്ച് ഇനി നമ്മുടെ കാര്യമായി, ഇനി അവരുടെ പാടായി എന്നുള്ള മനോഭാവത്തിൽ കൂടിയിട്ട് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയ കാര്യത്തിൽ അധപ്പതനമാണ് ഉണ്ടാകുന്നത്. ഇന്ന് കാണുന്ന കാര്യം എന്താണ്? സ്വാർത്ഥത. പാവപ്പെട്ട ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ട് വോട്ട് വാങ്ങിയിട്ട് പിന്നീട് ആ വോട്ടർമാരെയും മറ്റും അവരെ വിജയിപ്പിച്ച് ആ സ്ഥാനത്തിരുത്തിയ വോട്ടർമാരെയും മറ്റും തിരിഞ്ഞു നോക്കാതെ എത്രയോ മെമ്പർമാർ നമ്മൾക്കിടയിലുണ്ട്. എന്നിട്ടും അവരുടെ അധികാരം മോഹത്തിന് വേണ്ടിയിട്ട് വീണ്ടും മത്സരിച്ച് യാതൊരു ഉറപ്പുമില്ലാതെ വീണ്ടും ആ വോട്ടർമാരെ അഭിമുഖീകരിച്ച് പല വാഗ്ദാനങ്ങളും നൽകുന്നു. ഒരിക്കലും തന്നെ ഇത്തരം ആൾക്കാരെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അവിടെ രാഷ്ട്രീയത്തിന്റെ മാനദണ്ഡങ്ങൾ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. പ്രാദേശികപരമായിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന, നമ്മുടെ വാർഡിന് വേണ്ടി സേവനം മനസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നവർ മാത്രം തെരഞ്ഞെടുത്താൽ മതി. അവിടെ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി
ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് നമ്മൾ വിജയിപ്പിച്ചു കഴിഞ്ഞ് അവർ കൊണ്ട് നമ്മളൊക്കെ ഒരു ഉപകാരം കിട്ടാതെ പക്ഷം പിന്നെന്തിനാണ് അദ്ദേഹത്തിനോട് നമ്മൾ അനുഭാവം പ്രകടിപ്പിക്കേണ്ടത്? അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാർ വളരെ ചിന്തിച്ചുകൊണ്ട് ഓരോരുത്തരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക.